വി.ഡി. സതീശൻ സർക്കാരിൻ്റെ 100 ദിവസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതുകൂടിയാണ്. 10 വർഷം തുടർച്ചയായ അധികാരത്തിലിരുന്നതിന് ശേഷം പ്രതിപക്ഷത്തേക്ക് വരുന്ന പിണറായി വിജയൻ 100 ദിവസത്തിനിടെ പ്രതീക്ഷിച്ച വിധത്തിൽ പെർഫോം ചെയ്തോ എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. പക്ഷേ നമ്മൾ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെയും കൂടെ വിലയിരുത്തണമല്ലോ. മുൻകാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിലയിരുത്തുമ്പോൾ പിണറായി വിജയൻ്റെ കാര്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്ത് എന്നുള്ള നിലയിലെടുക്കുമ്പോൾ ഏത് വിധത്തിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്? അതിലെനിക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ LDF സാധാരണഗതിയിൽ പ്രതിപക്ഷത്തേക്ക് വരികയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ആ നിലയ്ക്കുള്ള റിയാക്ഷൻ ഈ കഴിഞ്ഞ 100 ദിവസത്തിനുള്ളിൽ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ ഒരു പെർഫോമൻസ് മുൻകാലത്ത് LDFൻ്റെയോ അല്ലെങ്കിൽ CPMൻ്റെയോ നേതാക്കൾ പ്രതിപക്ഷ നേതാവായിരിക്കെ ഉണ്ടായ നിലയിലേക്കുണ്ടായോ എന്നുള്ളൊരു സംശയവുമുണ്ട്. ഇതിലൊന്ന്, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പേര് നമ്മൾ അധികാരത്തോട് ചേർത്ത് മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ എന്നതാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ 2 പതിറ്റാണ്ട് കാലം, പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ 1 പതിറ്റാണ്ട്, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് വൈദ്യുതി മന്ത്രി എന്ന നിലയിലും. മറിച്ച് പ്രതിപക്ഷ പ്രവർത്തനങ്ങളിൽ പിണറായി വിജയൻ ഏകോപിപ്പിക്കുക എന്നത് നമ്മളുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം, മെയ് മാസത്തിൽ സംഭവിച്ചത് CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്നത് മാത്രമായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ തുടരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനവും വിലയിരുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മുന്നണിയെ ജനം റിജക്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല, ഒരു തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമാണ് മെയ് മാസത്തിൽ സംഭവിച്ചത് എന്നാണ് CPM കാണുന്നതെങ്കിൽ അവർക്കതിന് പരിഹാരക്രിയ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു റിജക്ഷനാണ്. ജനം അവരെ റിജക്റ്റ് ചെയ്തു എന്നതാണ് ശരി. അതുകൊണ്ടാണ് CPIM ഒരു കാരണവശാലും പരാജയപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത പല മണ്ഡലങ്ങളിലും CPIM പരാജയപ്പെട്ടു. ഉദാഹരണം നമ്മളിനി പറയേണ്ടതില്ല, കാരണം അത്ര ജനങ്ങൾക്കത് സുവ്യക്തമാണ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ റിജക്ഷനാണ് സംഭവിച്ചത്, ഒരു പരാജയമല്ല. അതായത് അടുത്ത തവണ തിരിച്ചു കയറി വരാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു ആൾട്ടർനേറ്റ് ടേം വെച്ച് കേരളത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് ചിന്തിക്കാവുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല സംഭവിച്ചത്. ഒരു പൊളിറ്റിക്കൽ റിജക്ഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ്. അതിനെ മറികടന്ന്, അതിനോട് റെസ്പോണ്ട് ചെയ്ത്, അതിനെ അഭിമുഖീകരിച്ച്, അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ച് പ്രതിപക്ഷ പ്രവർത്തനം നടത്തി സർക്കാരിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന പ്രക്രിയക്ക് പിണറായി വിജയൻ മതിയോ എന്നതാണ് ചോദ്യം. ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം, പിണറായി വിജയൻ വ്യക്തിഗതമായുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചാലും, അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ പെർഫോമൻസ് എന്നതൊക്കെ മാറ്റിവെച്ചാലും, പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും ഒരു ശക്തമായ പിൻതലമുറയെ ബാക്കി വെക്കാത്ത വിധത്തിൽ അതോറിറ്റേറിയൻ സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അദ്ദേഹമല്ലാതെ മറ്റാരുമില്ല, അതിനുശേഷം മറ്റാരുമില്ല എന്ന വിധത്തിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ നാമ്പുകളെയും വെട്ടിയരിഞ്ഞാണ് പിണറായി വിജയൻ അവസാന കാലത്തേക്ക് എത്തിയത്. അതാണ് ഈ CPIM പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPIM അഭിമുഖീകരിക്കുന്ന പ്രശ്നം, പിണറായി വിജയൻ അല്ലാതെ മറ്റൊരാളെ മുന്നോട്ട് വെക്കാനില്ലാത്ത വിധത്തിൽ അതിലെ നേതൃനിര നാമാവശേഷമായിപ്പോയി എന്നതാണ്. ആ ക്രൈസിസിനെ അവരെങ്ങനെ മറികടക്കും എന്നതാണ് അടിസ്ഥാന പ്രശ്നം. അതിനുള്ള പ്രക്രിയയിലാണ് ആ പാർട്ടി. പക്ഷേ ആ പാർട്ടിക്ക് പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രോസസ്സിലാണ് ആ പാർട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അതാണ് ക്രൈസിസ്. അതത്ര എളുപ്പമാണ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 10 വർഷം നീണ്ട ഭരണത്തിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് പ്രതിപക്ഷത്തേക്ക് മാറേണ്ടി വരുന്നു. പ്രതിപക്ഷ
സ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു. അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം മാറുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPI ആവശ്യപ്പെടുമ്പോൾ CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ല അതിന് മറുപടി പറയുന്നത്. പിണറായി വിജയൻ തന്നെ വന്നിട്ട് അത് നടക്കില്ല, ഞാനാണ് ഉപനേതാവ് ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത്, ഞാൻ പറയുകയാണെങ്കിൽ അത് CPM നേതാവ് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് തൽക്കാലം അവിടെ സാധ്യമേ അല്ല എന്നൊരു ഇമേജാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലാണ് പിണറായി വിജയൻ കൊടുക്കുന്നത് എന്ന് തോന്നില്ലേ? അതായത് ഇപ്പോൾ 2016 ഉമ്മൻചാണ്ടി തോറ്റു. ഉമ്മൻചാണ്ടി തോൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി MLA ആണ്. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കിയിട്ടാണ് ആ പ്രസ്ഥാനം, ആ മൂവ്മെൻറ്റ് UDFനെ മുന്നോട്ട് കൊണ്ടുപോയത്. 2021 വീണ്ടും തോറ്റു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലും രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള UDF തോറ്റു. രമേശ് ചെന്നിത്തല മാറി VD സതീശനെ വെച്ചാണ് UDF അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജനം റിജക്റ്റ് ചെയ്താൽ എന്നെ അവർക്ക് വേണ്ട എന്ന് തിരിച്ചറിയണ്ടേ? പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ചരിത്രത്തിലില്ലാത്ത വിധം ആ മുന്നണി പരാജയപ്പെട്ടാൽ എന്നെ വേണ്ടാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണ്ടേ? ഇൻഡിവിജ്വലായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ, ധർമ്മടം മണ്ഡലത്തിൽ തന്നെ ജനം, അത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. ധർമ്മടം മണ്ഡലത്തിൽ ജനം നേരിട്ട് പറഞ്ഞു, ധർമ്മടം പോലുള്ളൊരു മണ്ഡലത്തിൽ ജനം നേരിട്ട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് മറ്റൊരു പരീക്ഷണത്തിന് തയ്യാറാവണ്ടേ? അത് തയ്യാറായില്ല. പകരം ഞാൻ തന്നെയേ ഉള്ളൂ എന്ന്. CPMൻ്റെ സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. MP ഗോവിന്ദമാഷ് വരുന്നു, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനോട് എതിർപ്പില്ലാത്തവർ കൈപോക്കുക എന്ന് പറഞ്ഞു, എതിർപ്പുള്ളവരും കൈപോക്കുക എന്ന് രണ്ടാമതും പറഞ്ഞു. ആദ്യം എല്ലാവരും കൈപോക്കി, രണ്ടാമത് ആരും കൈപോക്കിയില്ല. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത്. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേസുകളുടെ നൂലാമാലകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചികിത്സ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തിഗതമായ സർവൈവലിന് വേണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ പിടിച്ചെടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ പ്രവർത്തനം എന്ന നിലയിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താ? 2 തവണ മാത്രമേ പ്രതിപക്ഷം ചാർജഡായുള്ളൂ. ഒന്ന്, പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ അദ്ദേഹത്തിൻ്റെ മകളെ ഉൾപ്പെട്ട കേസിൽ റെയ്ഡ് നടത്താൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പാർട്ടി പ്രവർത്തകർ പ്രതിരോധം തീർക്കുന്ന കാഴ്ച. അതിനുശേഷം അതേ കേസിൽ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മുതലക്കുളത്ത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല, 2 ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇടപാട് മാത്രമാണ് എന്ന് ഇന്നലെ വരെ പറഞ്ഞൊരു കാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പ്രതിരോധം തീർക്കുകയാണ് നേരിട്ട് വന്ന് ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ പിണറായി വിജയന് വേണ്ടി മാത്രം റാലി റൗണ്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഡിഫൻസിന് വേണ്ടി മാത്രം ചുറ്റും കൂടുന്ന ഒരു ആൾക്കൂട്ടമായി LDFനെ മാറ്റി. രാഷ്ട്രീയ പ്രതിപക്ഷം എന്നത് എവിടെ? അതിന് നേതൃത്വം നൽകാൻ പിണറായി വിജയന് കഴിയില്ല. കാരണം അത്രമാത്രം നൂലാമാലകളിൽ പെട്ടിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ അത് പറയുമ്പോൾ പോലും അത് CPMൻ്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ കാണാം. പക്ഷേ ഒരു വ്യവസ്ഥാപിത പ്രതിപക്ഷം എന്നുള്ള നിലയിൽ 2026 മെയ് 18 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുൻകാലത്തെ പ്രതിപക്ഷത്തേക്കാൾ കുറെ കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനും നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം മുൻകാലത്തില്ലാത്ത വിധം ചുരുങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിയമസഭയിലുള്ളത്. പക്ഷേ വളരെ സജീവമായ വിഷയങ്ങളെ അവരെടുത്തുന്നയിക്കാൻ ശ്രമിക്കുന്നു. അവർ പരാജയപ്പെടാൻ കാരണമായി എന്ന് അവർ വിചാരിക്കുന്ന വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ അവർ മുന്നോട്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ വളരെ എന്താ പറയുക, വളരെ കീനായിട്ടുള്ളൊരു വിമർശനം പ്രതിപക്ഷത്തിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. സെൻസസ് പോലെ കേന്ദ്ര സർക്കാർ സെൻസസ് നടത്തുന്നതിന് ഉന്നയിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഈ ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്ന ഒരു ലീഡറായിട്ട് എപ്പോഴും പിണറായി വിജയൻ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ആ പ്രശ്നം ഉന്നയിക്കുന്ന ഒരു നേതാവായിട്ട് എപ്പോഴും പിണറായി വിജയൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു സിനാരിയും കൂടെ അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ വഖഫ് പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സെൻസസിനെ
നാഷണൽ സിറ്റിസൺ രജിസ്ട്രിയാക്കി മാറ്റുന്നു എന്ന ആക്ഷേപത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പ്രസ് സെക്രട്ടറിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയുക എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും പ്രതിപക്ഷ പ്രവർത്തനം പിണറായി വിജയൻ നടത്തി എന്ന് പറയാൻ കഴിയില്ല. നിയമസഭയുടെ ഫ്ലോറിൽ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയായി വന്ന പിണറായി വിജയനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ യങ്ങായ ഒരു ആദ്യത്തെ തവണ മാത്രം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിൽ വി ഡി സതീശൻ്റെ മുമ്പിൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് പെർഫോം ചെയ്യാൻ കഴിയാത്ത വിധം പതറിപ്പോകുന്ന അവസ്ഥയാണ്. അത് സ്വാഭാവികമാണ്. പിണറായി വിജയനെ ആ പൊസിഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള ഒരു പിന്തുണ ഇല്ലാതെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല. ഒരൊറ്റ തവണയെങ്കിലും കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പിണറായി വിജയനോട് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം പോലും ഈ ഉണ്ടായി. അപ്പം ഞാൻ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പിണറായി വിജയൻ കേരളത്തോട് എന്നല്ല, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് അതിന് പിന്തുടർച്ചക്കാരില്ലാതെയാക്കി എന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ നയം മൂലമുണ്ടായതാണ്. അല്ലാണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിനോ കേരളത്തിൽ CPIM എന്ന പ്രസ്ഥാനത്തിനോ നേതാക്കളോ പ്രവർത്തകരോ ഇല്ലാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ പതിറ്റാണ്ടിലും അതിനു മുമ്പുള്ള പതിറ്റാണ്ടിലും കേരളത്തിലെ ജനത CPIMനെ മനസ്സാ വരിക്കുകയും വലിയ പിന്തുണ നൽകുകയും വലിയ തോതിൽ അതിലെ നേതാക്കളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അവരെ വിജയിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് നേതാക്കൾ CPIMനകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഉയർന്ന നേതൃതലത്തിലേക്ക് വരേണ്ട മനുഷ്യരെ വെട്ടി ഇല്ലാതാക്കി അവർക്ക് ശ്വാസം വിടാനുള്ള അവസരം കൊടുക്കാത്ത വിധത്തിൽ ഏകാധിപത്യപരമായ പ്രവണത നടത്തിയതുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് അടുത്ത തലമുറ നേതാക്കൾ ഉണ്ടായില്ല. അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയനാണ്. അദ്ദേഹം തന്നെ ഞാൻ പ്രതിപക്ഷ നേതാവാകാം എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രതിപക്ഷ പ്രവർത്തനം സാധ്യമാകില്ല. എൻ്റെ നോട്ടത്തിൽ ഇത് ഒരു കടന്ന പറച്ചിലാണോ എന്നെനിക്കറിയില്ല. ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ ഒരാളെന്ന നിലയിൽ പിണറായി വിജയനെ പുറന്തള്ളി ഒരു പുതിയ പ്രതിപക്ഷ പ്രവർത്തനത്തിന് CPIM മുൻകൈ എടുക്കുകയാണ്. അല്ല, അതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ വ്യവസ്ഥാപിതമായൊരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവിടെ അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പ്രതിപക്ഷം ഉണ്ടാവും, അതിന് അംഗങ്ങളുണ്ടാവും, ഇതൊക്കെ ഉണ്ടായിരിക്കുക തന്നെ ഇപ്പുറത്ത് പാർട്ടി എന്നുള്ള നിലയ്ക്കും മുന്നണി എന്നുള്ള നിലയ്ക്കും വേറൊരു നിലയ്ക്കുള്ള ഒരു പ്രതിപക്ഷ പ്രവർത്തനം CPMഉം LDFും നടത്തുന്ന കാഴ്ച നമ്മൾ മുൻകാലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് ഏത് ഘട്ടത്തിലും ഇപ്പോൾ 2001, 2006 എന്ന് പറയുന്നത് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കും, പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും കാലമെടുത്തുള്ളൂ. ആ സമയത്ത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വ്യവസ്ഥാപിതമായൊരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഇപ്പുറത്ത് പുറമെ തെരുവിൽ ഒരു വലിയ പ്രതിഷേധ സംവിധാനങ്ങളും ഉണ്ടാക്കുന്ന CPMനെയും LDFിനെയും കണ്ടിട്ടുണ്ട്. പാർട്ടി ഉണ്ടായിട്ടുണ്ട്, മുന്നണി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ടുമില്ല എന്ന ആ നിലയിലേക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നൊരു പ്രക്രിയ അത് പിണറായി വിജയൻ അവിടെ പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ പാർട്ടിയും സംവിധാനവും ചെയ്യേണ്ടതല്ലേ? ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ 2001 ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ നമ്മൾ MV ഗോവിന്ദൻ മാഷ് കാണുന്നുണ്ട്. VS അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയം അടക്കി ഭരിക്കുന്ന സമയമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. VS കണ്ണൂരിലെത്തിയാൽ VSൻ്റെ കൂടെ വാർത്താ സമ്മേളനത്തിൽ അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഏക ഫേസ് MV ഗോവിന്ദനെയാണ്. ആ വിധത്തിൽ ശക്തനായിരുന്നു MV ഗോവിന്ദൻ ആ കാലത്ത്. എന്തുകൊണ്ട് MV ഗോവിന്ദൻ അശക്തനായിപ്പോയി? MV ഗോവിന്ദൻ എന്തുകൊണ്ട് നിഴലിൽ നിൽക്കുന്ന ഒരാളായിപ്പോയി? MV ഗോവിന്ദൻ നിഴലിലേക്ക് മാറിപ്പോയത് മറ്റൊരാളുടെ ഏകാധിപത്യ പ്രവണത കൊണ്ടാണ്. അതാണ് പിണറായി വിജയൻ ഈ പാർട്ടിയോടും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ചെയ്ത ഏറ്റവും വലിയ അപരാധം. അദ്ദേഹത്തെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി ഇടതുപക്ഷ പ്രവർത്തനം നടത്തണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിലോ മറ്റ് അടുത്ത പാർട്ടി കോൺഗ്രസ്സിലോ ഇതിൻ്റെ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം. ഈ വലിയ പരാജയത്തിന് ജനം റിജക്റ്റ് ചെയ്യാനിടയായ രാഷ്ട്രീയ സാഹചര്യത്തിന് ഉത്തരവാദി ആരാണ്? പിന്തുടർച്ചക്കാരില്ലാത്ത വിധത്തിൽ നേതൃനിരയെ ശൂന്യമാക്കിയതിൻ്റെ ഉത്തരവാദി ആരാണ്? അതിനെ പുറന്തള്ളി പാർട്ടി മുന്നോട്ട് പോകും. ബഷീർ ഇത് പറയുമ്പോൾ പോലും അത് അത്ര എളുപ്പമല്ല എന്ന് വിചാരിക്കുന്നത്. എളുപ്പമല്ല. കാരണം എളുപ്പമല്ല. ഇപ്പോൾ എക്സ്റ്റൻഡഡ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ആണെങ്കിലും
LDFിൻ്റെ കാര്യമാണെങ്കിലും മൈനസ് പിണറായി വിജയൻ ഇത് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകും എന്ന് കരുതുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ മൈനസ് പിണറായി വിജയൻ മുന്നോട്ട് പോവുക എളുപ്പമല്ല. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പിണറായി വിജയനിലേക്ക് ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. ആവശ്യമില്ലാത്ത വിധത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നിഴലിലേക്ക് പാർട്ടിയെ ചുരുക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ വരിഞ്ഞു കെട്ടിയാണ് പ്രവർത്തിക്കാൻ അനുവദിച്ചത്. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ പാർട്ടിയെ വരിഞ്ഞു കെട്ടി പിണറായി മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതെ. ഒരു ഘട്ടത്തിൽ CPIMൻ്റെ സർക്കാരിനെ വരിഞ്ഞു കെട്ടി, മറ്റൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പാർട്ടിയെ വരിഞ്ഞു കെട്ടി. അപ്പോൾ ഈ ഒരു കാര്യം പാർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളുക എന്നതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സാധ്യത CPIM മുമ്പിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. റെവല്യൂഷണറി ആയിട്ടുള്ളൊരു സാധ്യത. പക്ഷേ ആ സാധ്യത ഇപ്പോൾ ഉണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത്, പുതിയൊരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന വിധത്തിൽ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ തുടർച്ച ഏത് വിധത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വേറൊരു വിധത്തിൽ. മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിരിക്കുന്ന CPI ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം. അത് പറ്റില്ല എന്ന് CPMൻ്റെ പാർട്ടി സംവിധാനമല്ല, മറിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനൊരു സിസ്റ്റം നിലനിൽക്കെ മൈനസ് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഒഴിവാക്കിക്കൊണ്ടൊരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. CPIMൻ്റെ ഒരു ചരിത്രം വെച്ച് പിണറായി വിജയനല്ല അതിനപ്പുറത്തുള്ള ആളെ ഒഴിവാക്കിയാലും CPIM എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതങ്ങനെയുള്ളൊരു പാർട്ടിയാണ്, അങ്ങനെയുള്ളൊരു അടിസ്ഥാന ആശയമാണ് എന്നതുകൊണ്ട് അത് മുന്നോട്ട് പോകാതിരിക്കുന്നില്ല. അതേസമയം അതൊരു തെറ്റിദ്ധാരണയാണ്. CPIMന് പിണറായിയെ ഒഴിവാക്കാൻ കഴിയില്ല, പിണറായിയെ വെട്ടിക്കളഞ്ഞാൽ ഇതിനേക്കാളൊക്കെ പ്രമുഖരായ ആളുകളെ CPIM കണ്ടം ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചുറ്റും പാർട്ടി അദ്ദേഹത്തെ ചുറ്റി നിൽക്കുന്ന ഒരു സംഗതിയായി ചുരുക്കി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മൾ ഒടുവിൽ കാണുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മരുമകൻ എന്നീ സംഗതികൾക്ക് ചുറ്റി നിൽക്കുകയാണ് പാർട്ടി. ഇതിന് CPIM എന്ന പ്രസ്ഥാനത്തിന് ഇതിൽ നിന്നൊരു മോചനം വേണ്ടേ? ഇതിനിടയിൽ സംഭവിച്ചത്, ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്ത് പോലും ഭരണമില്ലാത്തൊരു പാർട്ടിയായി CPIM ചുരുങ്ങി. അതിനിടയിൽ അതിൻ്റെ ദേശീയ പ്രസൻസ് കുറഞ്ഞു. കേരളത്തിൽ BJP എന്നത് 3 സീറ്റിലെങ്കിലും വിജയിക്കുന്ന ഒരു ശക്തിയായി കയറി വന്നു. ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി ഒരു വ്യക്തിയുടെ പ്രതിരോധമല്ല പ്രധാനം എന്ന് മനസ്സിലാക്കി ഈ CPIM അതിൻ്റെ ഓർഗാനിക്കായ സ്വഭാവം ഇത് പറയുമ്പോഴേ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ VD സതീശൻ അധികാരത്തിലെത്തിയതിന് ശേഷം, അതായത് മെയ് 18, 2026 ശേഷമുള്ള 100 ദിവസം എടുക്കുമ്പോൾ LDFനെ സംബന്ധിച്ച് അവർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കുറേ കാര്യങ്ങൾ അവർ ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരുടെ മുൻകാല ചെയ്തികളെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഒരു പരിധി വരെ ഈ കാലയളവിൽ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബഷീർ നേരത്തെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു വീണ വിജയനെതിരെ വരുന്ന ആരോപണങ്ങൾ, അതിനെ പ്രതിരോധിക്കുക, അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ അതിനെ തടയുക, ഇത്തരം കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് സംഭവിക്കുന്നത്. അതിനപ്പുറത്തൊന്നും സംഭവിച്ചില്ല. PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ നമ്മൾ PM ശ്രീ പദ്ധതിയിൽ KM ഷാജിയെയും മുസ്ലിം ലീഗിനെയും UDFനെയും നമ്മൾക്ക് ബ്ലെയിം ചെയ്യാം. പക്ഷേ നേരത്തെ PM ശ്രീ പദ്ധതിയിൽ CPI ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ മാത്രമാണ് പ്രശ്നമായത്. അദാനിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് VD സതീശനെ അദാനിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന സംഗതി നടന്നത് ഒറ്റക്കാലത്താണ്. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ, പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം വാങ്ങിവച്ചിരിക്കുന്നത് തന്നെ 10 വർഷം അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ തുടർച്ച വരുമല്ലോ, അതിനോട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എതിർപ്പ് വരാതിരിക്കാനാണ് എന്നാണ്. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ കേസുകൾ പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിത് പ്രതിപക്ഷ നേതാവിലേക്ക് ചുരുക്കണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
പൊതുവായി 35 അംഗങ്ങൾ മാത്രമുള്ള ഒരു പ്രതിപക്ഷത്തിന് ചെയ്യാവുന്ന മിനിമം കാര്യങ്ങൾ MLA എന്ന നിലയിൽ അവർ നിയമസഭയിൽ ചെയ്യുന്നുണ്ടാകണം. ഒരു പാർട്ടി എന്ന നിലയിൽ CPIM ഒരു പ്രതിപക്ഷ പ്രവർത്തനം നടത്തണമെങ്കിൽ അതിന് മുന്നിൽ വന്നുപെട്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ തീർക്കണം. അതിലേറ്റവും പ്രധാനം പിണറായി വിജയൻ എന്ന നേതാവ് തെളിച്ച വഴിയിലാണോ പോകുന്നത് അതോ വഴി മാറി ചിന്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്കൊരു കൃത്യമായ ഉറപ്പ് കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, CPIM അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി അനുഷ്ഠിച്ച കാര്യങ്ങളിൽ വലിയ തെറ്റുകൾ സംഭവിച്ചു. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ. CPIMുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ഇടതുപക്ഷ വിരുദ്ധരായ ആളുകളുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും CPIMനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരം കാര്യങ്ങളിൽ CPIMന് എന്തെങ്കിലും നിലപാടുണ്ടോ എന്ന കാര്യം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ടർ ചാനൽ എന്ന മാധ്യമ സ്ഥാപനത്തെ CPIM എന്തിനാണ് അതിര് കവിഞ്ഞ് ആശ്രയിക്കുന്നതും പിന്തുണയ്ക്കുന്നതും? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ നെക്സസ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ CPIMകാർ എന്ന വ്യാജേന ഇടതുവിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകളെ CPIM ചേർത്ത് നിർത്തുന്നത്? ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പിണറായി വിജയൻ ഇതുവരെ എടുത്ത നിലപാടുകളോടും ജനം റിജക്റ്റ് ചെയ്ത നിലപാടുകളോട് CPIM ഇനിയും അതിനെ കെട്ടിപ്പുണരുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കടന്നുകൂടി CPIMനെ വലിയ പരാജയത്തിൻ്റെ ഗർത്തത്തിലേക്ക് തള്ളിവിട്ട ആ ആളുകളോടും നിലപാടുകളോടും CPIMന് അവരുടെ കൂടെ തന്നെയാണോ നിൽക്കുന്നത്? വ്യാജമായ ആളുകളെ എടുത്ത് അവരെ ആശ്രയിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണോ CPIM ഉദ്ദേശിക്കുന്നത്? ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമാവുകയാണെങ്കിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, ജനത്തിൻ്റെ ഒരു റിജക്ഷനാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, മെയ് മാസത്തിൽ സംഭവിച്ച തോൽവി ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല, ഒരു രാഷ്ട്രീയ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് പ്രതിപക്ഷ പ്രവർത്തനം തുടങ്ങുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ വിധത്തിൽ ഒരു ജനങ്ങളുടെ റിജക്ഷനും ജനങ്ങളുടെ ഒരു സ്വീകരണവും, ഒന്ന് തിരസ്കരണമാണ്, ഒന്ന് സ്വീകരണമാണ്. ഇത് രണ്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഭരണപക്ഷം അത് തിരിച്ചറിയുന്നുണ്ട് എന്ന് ഈ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾക്കിടെ നമുക്ക് കൃത്യമായ സൂചനകളില്ല. റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ തിരസ്കരിച്ചു എന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും സൂചനകൾ നമ്മളുടെ മുമ്പിലില്ല. പ്രത്യേകിച്ച് 10 വർഷം ഭരണത്തിലിരുന്ന, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CPIMും LDFും ഇപ്പോഴും അവരുടെ സ്ട്രാറ്റജി രൂപവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. 80 വയസ്സ് പിന്നിട്ടൊരു നേതാവിനെ ഇപ്പോഴും ആശ്രയിക്കുകയാണ് CPIMും LDFും. അത് മതിയോ? പുതിയ തലമുറ, പുതിയ നേതാക്കൾ, പുതിയ ആശയങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? LDF UDF എന്ന 2 മുന്നണികൾക്കിടയിൽ 3 അംഗങ്ങളുമായി നിയമസഭയിലേക്ക് BJP എത്തിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഈ 2 മുന്നണികൾക്കും ഉണ്ടാകുന്നുണ്ടോ? 2 മുന്നണികളും എന്ന് പറയുമ്പോൾ അതിലേറ്റവും അധികം ഉണ്ടാകേണ്ടത് ഒരുപക്ഷെ CPM നേതൃത്വം നൽകുന്ന LDFനാണ്. അതുണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ 100 ദിവസങ്ങൾ. ഭരണപക്ഷത്തേക്കാൾ ഉപരി ഒരുപക്ഷെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചാണ് ഈ 100 ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ മുന്നിൽ വയ്ക്കുന്നത് എന്ന് തോന്നുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.